CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പറഞ്ഞിരുന്നപ്പം കുഴപ്പം. അതെ അതെ, അത് ശരിയാണ്. ഇല്ലില്ല, ഇതപ്പോൾ നല്ല ആത്മവിശ്വാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ അമിത ആത്മവിശ്വാസമില്ല. ഇതിപ്പോൾ സാധാരണ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഉറപ്പുണ്ട്, പൂർണ്ണമായി ഉറപ്പുണ്ട്. അവസാനത്തെ ശമ്പളം കിട്ടുമല്ലോ, അതിൻ്റെ 50% പെൻഷനായി കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി. അതിലൊരു സംശയത്തിനും ഇടയില്ല. അവസാനം വാങ്ങുന്ന സർവീസ് പൂർത്തിയാകുമ്പോൾ വാങ്ങുന്ന പെൻഷൻ്റെ 50%, അല്ല പെൻഷൻ്റെ അല്ല, ശമ്പളത്തിൻ്റെ 50% പെൻഷനായിട്ട് കിട്ടുക. അതാണ് ഷെയർഡ് പെൻഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഓപ്ഷൻ ചെയ്യാന്ന് പറഞ്ഞു, ഓപ്ഷൻ കൊടുക്കാൻ പറഞ്ഞത്. അത് വേണ്ടവർക്ക് അത് അങ്ങനെ തുടരാം, അല്ലാത്തവർക്ക് ഓപ്ഷൻ കൊടുക്കാം. അല്ല, ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? പേരിൻ്റെ പ്രശ്നമല്ല, കൃത്യമായിട്ട് പെൻഷൻ. അതായത് ഇപ്പോൾ 30 കൊല്ലം സർവീസുള്ള ഒരാൾക്ക് പിരിയുമ്പോൾ എത്രയാണോ അപ്പോൾ വാങ്ങിയിട്ടുള്ള ശമ്പളം അതിൻ്റെ പകുതിയാണ് പെൻഷനായിട്ട് ലഭിക്കുക. അത് പെൻഷൻ വാങ്ങിയ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പേരെന്ത് എന്നുള്ളതല്ല, ആ പെൻഷൻ ലഭിക്കത്തക്ക രീതിയിലാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അല്ല, മുമ്പ് എത്രയായിരുന്നു പെൻഷൻ അറിയോ? അല്ല, ഞാൻ ചോദിക്കുന്നതാണ്. മൂല്യം കുറഞ്ഞതിൻ്റെ ഉത്തരവാദി ഞങ്ങളാരുമല്ലോ, കേരള ഗവൺമെൻറ്റോ ഒന്നുമല്ലല്ലോ. അത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൽ നിക്ഷിപ്തമായ ഒന്നാണ്. മുതലാളിത്ത വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതിസന്ധിയാണത്. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. അതൊക്കെ ഉണ്ട്. ആ, കേന്ദ്രം പറഞ്ഞു എന്നുള്ള വിവരം വന്നാൽ പോരല്ലോ, കേന്ദ്രം പറയണ്ടേ? കേന്ദ്ര റെയിൽവേ മന്ത്രി അതിനുശേഷം കണ്ട് സംസാരിച്ചല്ലോ. സംസാരിച്ചപ്പോൾ കേന്ദ്രമന്ത്രിക്ക് ഇതിൻ്റെ വിവരമില്ല. അടുത്ത ദിവസം തന്നെ, അതായത് ശ്രീധരൻ പറഞ്ഞതിന് ശേഷം. എന്തിനാണ് ഇത്ര ഈ ഒരു ആവശ്യമില്ലാത്ത ചോദ്യം? നമുക്ക് വേണ്ട എന്താ? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്.